സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റബ്ബ് സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഞാൻ ആദ്യമായി എൻ്റെ നഫ്സിനോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന നല്ല അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മളെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ മാതാപിതാക്കളോടൊപ്പം, ബന്ധുമിത്രാദികളോടൊപ്പം, ഭാര്യ സന്താനങ്ങളോടൊപ്പം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പവും അവിടുത്തെ അനുചരന്മാരോടൊപ്പവും ഒരുമിച്ച് കൂടാൻ സാധിക്കുന്ന ഭാഗ്യവാന്മാരായ അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏറെ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ആരാധിക്കാനും വഴിപ്പെടാനും വേണ്ടി മനുഷ്യരെ ഭൂമിയിൽ സൃഷ്ടിച്ചു. ആദിമ മനുഷ്യരെല്ലാം ആദം അലൈഹിസ്സലാം മുതൽ അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളെല്ലാം അള്ളാഹുവിനെ മാത്രം അനുസരിക്കുകയും വഴിപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുന്നവരായിരുന്നു. പതിയെ പതിയെയാണ് അവർക്കിടയിൽ വിഗ്രഹാരാധനയും തീയിനെ ആരാധനയും വെള്ളത്തിനെ ആരാധിക്കുന്നവരും എല്ലാം രൂപപ്പെട്ടു വന്നത്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു ഇതിനെ അദ്ദേഹത്തിൻ്റെ തൻ്റെ മകൾക്ക് എഴുതിയ കത്തുകളിൽ കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നെഹ്റുവിൻ്റെ മകളാണല്ലോ ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി കുട്ടിയായിരിക്കുന്ന സമയത്ത് തൻ്റെ മകൾക്ക് അച്ഛൻ കത്തെഴുതി. ആ കത്തിൽ നെഹ്റു പറയുന്നുണ്ട്, മനുഷ്യർ ഭൂമിയിലുള്ള പല പ്രാപഞ്ചിക പ്രതിഭാസത്തെയും ആരാധിച്ചു തുടങ്ങിയത്, ഉദാഹരണത്തിന് സൂര്യനെ ആരാധിച്ചു തുടങ്ങിയത്, ചന്ദ്രനെ ആരാധിച്ചു തുടങ്ങിയത്, തീയിനെ ആരാധിച്ചു തുടങ്ങിയത്, വെള്ളത്തെയും നദീനെയും കടലിനെയും നാഗം പാമ്പുകളെയൊക്കെ ആരാധിച്ചു തുടങ്ങിയത് അവകളോടൊക്കെയുള്ള പേടിയുടെ പേരിലാണ്, അല്ലെങ്കിൽ അത്തരം പ്രാപഞ്ചിക ശക്തികളോടുള്ള കൗതുകത്തിൻ്റെ പേരിലാണ്. നെഹ്റു ഒരു കഥാരൂപത്തിലാണ് ആ സംഭവം പറയുന്നത്. മനുഷ്യരെല്ലാം ഇങ്ങനെ ജീവിക്കുകയാണ്. അന്ന് ഭൂമിയിൽ അധിക ഭാഗവും കാടാണ്. കാട് പിടിച്ചു കിടക്കുന്ന ഭൂമിയിൽ ഒരു കാട്ടുതീ വന്നു. ആ കാട്ടുതീയിൽ ഒരുപാട് മനുഷ്യർ മരിച്ചു. മരങ്ങളെല്ലാം കത്തി നശിച്ചു. മൃഗങ്ങളെല്ലാം കത്തി അമർന്നു. ആ തീ കണ്ടിട്ട് മനുഷ്യർ ഭയന്ന് പേടിച്ചു. അന്ന് മുതൽ മനുഷ്യർ തീയിനെ ആരാധിച്ചു തുടങ്ങി. ആ തീയിനേക്കാൾ ശക്തിയുള്ളതായി അവർ കണ്ടത് വെള്ളത്തെയാണ്. ആ വെള്ളം തീയിനെ കെടുത്തുന്നു. ആ വെള്ളം നദികളിൽ കൂടി ഒഴുകി വന്ന് അവരുടെ കൃഷിയിടങ്ങളെ നനക്കുന്നു. കടലെന്ന വെള്ളത്തിൽ അവർ മത്സ്യം തേടി യാത്ര ചെയ്യുന്നു. ഈ കടലിനെ കണ്ടപ്പോൾ, നദീനെ കണ്ടപ്പോൾ, വെള്ളത്തെ കണ്ടപ്പോൾ, മഴയെ കണ്ടപ്പോൾ, ആ പ്രാപഞ്ചിക പ്രതിഭാസത്തിലുള്ള കൗതുകവും അത്ഭുതമൊക്കെ കണ്ടപ്പോൾ മനുഷ്യർ അതിനെ ആരാധിച്ചു തുടങ്ങി. ഈ വെള്ളത്തെ സഞ്ചരിപ്പിക്കുന്ന മേഘങ്ങളെ കണ്ടപ്പോൾ മേഘങ്ങളെ ആരാധിച്ചു തുടങ്ങി. ഈ മേഘങ്ങൾ സഞ്ചരിക്കുമ്പോൾ മേഘങ്ങളെ തടഞ്ഞു നിർത്തുന്ന വലിയ വലിയ കൊടുമുടികളെ, പർവ്വതങ്ങളെ കണ്ടപ്പോൾ അതിനെ ആരാധിച്ചു തുടങ്ങി. രാത്രികാലങ്ങളിൽ നടന്നു പോകുമ്പോൾ പാമ്പ് കടിയേറ്റ് ആളുകൾ മരണപ്പെടുന്നത് കണ്ടപ്പോൾ നാഗങ്ങളെ, പാമ്പിനോടുള്ള ഭയത്തിന്റെ പേരിൽ ആരാധിച്ചു തുടങ്ങി. ചിലത് ഭയത്തിന്റെ പേരിൽ ആരാധിച്ചു, ചിലത് കൗതുകത്തിന്റെ പേരിൽ ആരാധിച്ചു, ചിലത് ഇഷ്ടത്തിന്റെ പേരിൽ ആരാധിച്ചു. മനുഷ്യർ അക്കാലഘട്ടത്തിൽ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത ഉപാധിയായി ഉപയോഗിച്ചതായിരുന്നു കന്നുകാലികൾ, പ്രധാനമായും പശു. പശു അവർക്ക് പാല് നൽകി. അവരുടെ ജീവിതത്തിന്റെ പല മേഖലയിലും പശുവിനെ കൊണ്ട് ഉപകാരമുണ്ടായി. അങ്ങനെ കാലഘട്ടത്തിലെ മനുഷ്യർ പശുവിനെ ആരാധിക്കാൻ തുടങ്ങി. ആ പശുക്കൾക്ക് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി. തീയിനും ചന്ദ്രനുമെല്ലാം വിഗ്രഹങ്ങൾ ഉണ്ടാക്കി. അതിനെയെല്ലാം ദേവീദേവന്മാരെ കണ്ടു. ഇങ്ങനെയാണ് മനുഷ്യ ചരിത്രത്തിൽ അള്ളാഹു അല്ലാത്ത മറ്റ് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെല്ലാം ആരാധിച്ചു തുടങ്ങുന്നത്. ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ മനസ്സുകൊണ്ട് ആലോചിക്കും, ഈ പൗരാണികളായിട്ടുള്ള മനുഷ്യർ എത്ര വിഡ്ഢികളാണ്. തീനെ കാണുമ്പോൾ തന്നെ തീനെ ആരാധിക്കുന്നു. സൂര്യനെയും ചന്ദ്രനൊക്കെ കണ്ടിട്ട് അതിന്റെ അത്ഭുതമൊക്കെ കണ്ടപ്പോൾ അതിനെ ആരാധിക്കുന്നു. എന്ത് വിഡ്ഢികളാണ്, എന്ത് മണ്ടന്മാരാണെന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ടാവും. പക്ഷേ അതേ നമ്മളോട് നെഹ്റു ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. നെഹ്റു പറയാണ്, ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും നല്ല ഡെവലപ്ഡ് ആയ മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ അത് നവനാസ്തികരാണ്.
നിരീശ്വരവാദികളാണ്, ദൈവം ഇല്ല, മതമില്ല എന്ന് പറയുന്ന ആളുകൾ. അവർ പറയുന്നത് സയൻസാണ് ദൈവം. ഇന്ന് ഈ 21ാം നൂറ്റാണ്ടിൽ സയൻസ്, ശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിലെ എന്ത് പ്രാപഞ്ചിക പ്രതിഭാസത്തെയും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. കഴിഞ്ഞ 1-2 നൂറ്റാണ്ടുകൾക്കുള്ളിൽ വലിയൊരു ശാസ്ത്രീയ വിപ്ലവം നമ്മൾ നേടിയെടുത്തു. ആ ശാസ്ത്രീയ വിപ്ലവത്തിൽ കൂടി 3-4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരിക്കലും നമുക്ക് സാധിക്കൂല എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും നമ്മൾ നേടിയെടുത്തു. നമ്മൾ ചന്ദ്രനിൽ പോയി കാലുകുത്തി. അങ്ങനെ മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങി, ദൈവമില്ല, ദൈവത്തിന്റെ ആവശ്യമില്ല, ശാസ്ത്രമാണ് വലുത്. ശാസ്ത്രം ദൈവമുണ്ട് എന്ന് തെളിയിക്കുന്നുണ്ടെങ്കിൽ ദൈവമുണ്ട്, ശാസ്ത്രം ദൈവമില്ല എന്നാണ് പറയുന്നതെങ്കിൽ ദൈവമില്ല. അങ്ങനെ സയൻസിനെ മനുഷ്യൻ ആരാധിച്ചു തുടങ്ങി. സയൻസിനെ മനുഷ്യൻ ദൈവമായി കരുതി. സയന്റിസ്റ്റുകൾ പറയുന്നതാണ് ഏറ്റവും വലിയ സത്യം എന്ന് അവർ അംഗീകരിച്ചു. ഖുർആനിൽ 1400 വർഷങ്ങൾക്ക് മുഹമ്മദ് നബി കൊണ്ടുവന്നത് അത് കള്ളമാണ്, അത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല, സയന്റിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടോ, വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞു. നെഹ്റു ചൂണ്ടിക്കാണിക്കുന്ന ഒരു വസ്തുതയുണ്ട്. പൗരാണിക കാലഘട്ടത്തിൽ തീനെ കണ്ടിട്ട് അതിൽ അത്ഭുതപ്പെട്ട് തീനെ ആരാധിക്കാൻ തുടങ്ങിയ മനുഷ്യരും ഈ ആധുനിക കാലഘട്ടത്തിൽ സയൻസിന്റെ ഡെവലപ്മെന്റുകൾ കണ്ടിട്ട് സയൻസിനെ ആരാധിക്കാൻ തുടങ്ങിയ ആധുനിക മനുഷ്യന് തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? എന്ത് വ്യത്യാസമുള്ളത്? ആ കാടുകളിൽ ജീവിച്ച പൗരാണികനായ മനുഷ്യരും ആധുനികനെന്ന് നമ്മൾ പറയുന്ന നമ്മളും ഒരുപോലെയല്ലേ? ആ സയൻസിനെ ആരാധിക്കുന്ന നവനാസ്തികതയുടെയും നിരീശ്വരവാദത്തിന്റെയും ദൈവമില്ല എന്ന് പറയുന്നതിന്റെയും മൂഢത്വത്തിന്റെ, മണ്ടത്വത്തിന്റെ എത്ര വ്യക്തമായിട്ടാണ് നെഹ്റു ചൂണ്ടിക്കാണിക്കുന്നത് മനസ്സിലാക്കണം. സയൻസ് പറയുന്നത്, സയൻസ് അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിലെ നിരീശ്വരവാദികൾ, ദൈവമില്ല എന്ന് പറയുന്ന ആളുകൾ, മതമില്ല എന്ന് പറയുന്ന ആളുകൾ, അവർ ദൈവത്തെ അംഗീകരിക്കാത്തത് അല്ലെങ്കിൽ സ്വർഗത്തെ അംഗീകരിക്കാത്തത്, നരകത്തെ അംഗീകരിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഇത് കാണുന്നില്ല എന്നാണ്. ഞാൻ കണ്ണുകൾ കൊണ്ട് നോക്കിയിട്ട് ദൈവത്തെ കാണുന്നില്ല, എനിക്ക് ദൈവത്തെ കൈകൊണ്ട് സ്പർശിക്കാൻ സാധിക്കുന്നില്ല, ചെവി കൊണ്ട് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നില്ല, മൂക്കുകൊണ്ട് ദൈവത്തെ മണത്തറിയാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ മനുഷ്യന് 5 പഞ്ചേന്ദ്രിയങ്ങളാണുള്ളത്. 1 കണ്ണുകൾ കൊണ്ട് കാണുക, 2 ചെവി കൊണ്ട് കേൾക്കുക, 3 മണത്തറിയുക, 4 തൊട്ടറിയുക, 5 രുചിച്ചറിയുക. ഈ 5 ഇന്ദ്രിയങ്ങളാണ് മനുഷ്യന്മാർക്കുള്ളത്. ഈ 5 ഇന്ദ്രിയങ്ങളിൽ കൂടിയുള്ളത് മാത്രമേ ലോകത്തുള്ളൂ എന്നാണ് സയൻസ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് സയൻസിന്റെ എല്ലാ ഗവേഷണങ്ങളും നമ്മൾ ലാബിൽ നടത്തുന്നു. ആ ലാബിൽ നടത്തിയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നു. ആ റിസൾട്ട് നമ്മൾ കണ്ണുകൾ കൊണ്ട് കാണുന്നു, അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നു. ഈ 5 ഇന്ദ്രിയങ്ങൾക്ക് കൊണ്ട് കാണാൻ സാധിക്കാത്തത് ഒന്നുമില്ല എന്നാണ് സയൻസ് പറയുന്നത്. പക്ഷെ അത് ഭൂലോക മണ്ടത്തരാണ്. ദൈവമില്ല, ദൈവത്തിന്റെ മലായിക്കത്തുകളില്ല, സ്വർഗമില്ല, നരകമില്ല, മനുഷ്യന്റെ ശരീരത്തിൽ ആത്മാവ്, റൂഹ് എന്ന് പറയുന്ന ഒരു വസ്തു ഇല്ല, മരണാനന്തര ഒരു ജീവിതം ഇല്ല എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതൊന്നും കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്നില്ല, ഞങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്ന ന്യായം. പക്ഷെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, സയൻസിൽ പോലും കണ്ണുകൾ കൊണ്ട് കാണാത്ത എത്ര നിയമങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്? കഴിഞ്ഞ നൂറ്റാണ്ടിൽ സയൻസിൽ നടന്ന ഏറ്റവും വലിയ കണ്ടുപിടുത്തമായി കരുതപ്പെടുന്നത് ഐസക് ന്യൂട്ടന്റെ ഭൂഗുരുത്വാകർഷണ ബലമാണ്. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ച ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണ സമയത്ത് അദ്ദേഹം ചിന്തിച്ചു തുടങ്ങി, എന്തുകൊണ്ടാണ് മുകളിൽ നിന്ന് വീഴുന്ന ആപ്പിൾ ഭൂമിയിലേക്ക് വന്നത്, ആകാശത്തേക്ക് പോകാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ അദ്ദേഹം പഠന ഗവേഷണം നടത്തി അദ്ദേഹം പറഞ്ഞു, ഭൂമിക്കൊരു ഗുരുത്വാകർഷണ ബലമുണ്ട്, ആകാശത്തിലുള്ള മുഴുവൻ വസ്തുക്കളെയും ഭൂമിയിലേക്ക് ആ ഗുരുത്വാകർഷണ ബലം ആകർഷിക്കുന്നു. അതുകൊണ്ടാണ് ഒരു ബോളും നമ്മൾ മുകളിലേക്ക് എറിഞ്ഞാലും അത് താഴോട്ട് വീഴുന്നത് എന്ന ഭൂഗുരുത്വാകർഷണ ബലം കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെ സയന്റിഫിക് കണ്ടുപിടുത്തങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമാണ്. ആ കണ്ടുപിടുത്തത്തെ, അങ്ങനെ ഒരു ഭൂഗുരുത്വാകർഷണ ബലം ഉണ്ടെന്ന് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അത് ഭൂമിക്കുണ്ട്, ഭൂമിക്ക് അങ്ങനത്തെ ഒരു ഗുരുത്വാകർഷണ ബലമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന, ശാസ്ത്രം വിശ്വസിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇതിന് നമ്മൾ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ടോ? നമ്മൾ ആരും കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ല. പക്ഷെ അതുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? അത് നമ്മൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എന്താണ് ഇതിന്റെ കാരണം? ആ ഭൂഗുരുത്വാകർഷണ ബലത്തെ, പവറിനെ നമ്മൾ കണ്ണുകൾ കൊണ്ട് കാണുന്നില്ലെങ്കിലും അതിന്റെ പ്രതിഫലനം, അതിന്റെ കോസ് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് മുകളിലേക്ക് ബോൾ എറിഞ്ഞാൽ താഴോട്ട് വരുന്നത്. അതുകൊണ്ടാണ് മാവിൽ നിന്ന് മാങ്ങ വീഴുമ്പോൾ അത് താഴോട്ട് വരുന്നത്. ആകാശത്തു നിന്നുള്ള എല്ലാ വസ്തുക്കളും താഴോട്ട് വരുന്നത് അതുകൊണ്ടാണ്.
അതിന്റെ പ്രതിഫലനം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, അതിന്റെ കോസ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അത് കാണുന്നതിന്റെ പേരിൽ ഗുരുത്വാകർഷണ ബലം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇത് തന്നെയാണ് ദൈവത്തിന്റെ കാര്യത്തിൽ നമ്മൾ പറയുന്നത്. പ്രപഞ്ചം കൃത്യമായി ചരിച്ചുകൊണ്ടിരിക്കുന്നു, സൂര്യൻ കൃത്യമായി ചരിച്ചുകൊണ്ടിരിക്കുന്നു, ഭൂമി കൃത്യമായി ചരിച്ചുകൊണ്ടിരിക്കുന്നു, ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള ജലം കൃത്യമായിട്ടുള്ള അളവിൽ ലഭിക്കുന്നു, കടലും കരയുമായിട്ട് ലക്ഷോപലക്ഷക്കണക്കിന് ജീവികൾ ജീവിക്കുന്നു, അവകൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും മറ്റെല്ലാ വസ്തുക്കളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ കൃത്യമായി കണക്കുകളുടെ രൂപത്തിൽ ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനൊരു വസ്തുതകൾ നടക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ പിറകിൽ ഒരാളില്ലേ? ഇതിന്റെ പിറകിൽ ഒരാളില്ലേ? ഈ പ്രതിഫലനം കാണിച്ചുകൊണ്ടുള്ള ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ച അതിപ്രശസ്തരായ പല സയന്റിസ്റ്റുകളും അവർ സന്ദേഹവാദികളായത്. ഐൻസ്റ്റീനെ പോലുള്ള, സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലുള്ള ഫിസിസ്റ്റുകൾ എന്താ സന്ദേഹവാദികൾ എന്ന് പറഞ്ഞാൽ? ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല, ദൈവമില്ലേ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല. ഐൻസ്റ്റീനൊന്നും ഒരിക്കലും ദൈവമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. സ്റ്റീഫൻ ഹോക്കിംഗ് ദൈവമില്ല എന്ന് പറഞ്ഞിട്ടില്ല. ദൈവമൊന്നുമില്ല എന്ന് പറഞ്ഞു തുടങ്ങിയത് ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9/11 അറ്റാക്കിന് ശേഷം യൂറോപ്പിൽ രൂപപ്പെട്ട നവ എത്തിസ്റ്റുകളുണ്ട്, പുതിയ നിരീശ്വരവാദികൾ, അവരാണിത് പറഞ്ഞു തുടങ്ങിയത്. അതിനുശേഷമാണ് നമ്മളെ കേരളത്തിലൊക്കെ ഇത് കുറച്ചും കൂടി ശക്തമായി മാറിയത്, ഇതിന്റെ പരിപാടികളും മറ്റൊക്കെ ശക്തമായത്. പക്ഷെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ച അതിപ്രശസ്തരായ പല സയന്റിസ്റ്റുകളും പറയുന്നത് ദൈവമുണ്ടോ ഇല്ലേ എന്നൊന്നും ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല. കാരണം ദൈവമുണ്ട് എന്നതിൻ്റെ ഒരുപാട് തെളിവുകൾ ഞങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു നിർത്തിയിട്ടാണ് അവരെല്ലാം സ്റ്റോപ്പ് ചെയ്യുന്നത്. യൂറോപ്പിലാണ് നവനാസ്തികത, ദൈവമില്ല എന്നുള്ള ചിന്തയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള തുടക്കങ്ങളൊക്കെ കുറിക്കപ്പെടുന്നത്. അതിന് കൃത്യമായി പറഞ്ഞാൽ 15, 16, 17 നൂറ്റാണ്ടുകളിലൊക്കെ. ആ നൂറ്റാണ്ടുകളിലാണ് യൂറോപ്പിൽ ശാസ്ത്രീയ വിപ്ലവം നടന്നത്, സയന്റിഫിക് റെവല്യൂഷൻ. ആ നൂറ്റാണ്ടിൽ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ യൂറോപ്പിൽ നടന്നു. ആ കണ്ടുപിടുത്തത്തെ തുടർന്ന് മനുഷ്യൻ പതിയെ പതിയെ മതത്തിൽ നിന്ന് മതമില്ല എന്ന് പറയുന്നതിലേക്ക് മാറി. അതിന്റെ പിറകിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട കാരണം യൂറോപ്പിലെ അന്നത്തെ ഏറ്റവും ശക്തമായ മതം ക്രിസ്തു മതമായിരുന്നു, ക്രിസ്തീയ വിശ്വാസം. യൂറോപ്പിലെ അന്നത്തെ ക്രൈസ്തവ മതം അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടായിരുന്നു ജീവിച്ചിരുന്നത്. യൂറോപ്പിലെ ചർച്ചുകളാവട്ടെ, അവിടുത്തെ പുരോഹിതന്മാരാകട്ടെ, ക്രിസ്തു മതത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതിലെ മതമേലധ്യക്ഷന്മാർക്ക് ദൈവത്തിന് തുല്യമായിട്ടുള്ള പവർ ഉണ്ട്. പുതുതായിട്ടൊരു നിയമം ഉണ്ടാക്കാനും ആ നിയമത്തെ ഇല്ലാതാക്കാനും പുരോഹിതന്മാർക്ക് കഴിവുണ്ട്. അതുകൊണ്ടാണ് ക്രൈസ്തവ മതം ഒരു പൗരോഹിത്യ മതമാണെന്ന് പറയുന്നത്. അങ്ങനെ യൂറോപ്പിലെ ജനങ്ങളെ പല രീതിക്കും ചൂഷണം ചെയ്തുകൊണ്ടാണ് യൂറോപ്പിലെ ചർച്ചുകളും പുരോഹിതന്മാരും രൂപപ്പെട്ടു വന്നത്. സ്വാഭാവികമായിട്ടും ആ ചർച്ചുകളോടുള്ള പുരോഹിതന്മാരുടെ വെറുപ്പും വിദ്വേഷവും ഈ യൂറോപ്പിലെ ക്രൈസ്തവർക്കുണ്ടായിരുന്നു. യൂറോപ്പിൽ ശാസ്ത്രീയ വിപ്ലവം തുടങ്ങിയ സമയത്ത് പല ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെയും അവിടെ ഉണ്ടായിരുന്ന ചർച്ചുകൾ, അവിടുത്തെ ക്രിസ്ത്യൻ പുരോഹിതന്മാർ തടയുകയുണ്ടായി. ഏറ്റവും ഉദാഹരണമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗലീലിയോ തന്റെ ദൂരദർശിനി ഉപയോഗിച്ചുകൊണ്ട് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു അദ്ദേഹം പറഞ്ഞു. ഗലീലിയോ മാത്രമല്ല, ഒരുപാട് സയന്റിസ്റ്റുകൾ അദ്ദേഹം പറഞ്ഞു. ഈ പറഞ്ഞതിന്റെ പേരിൽ യൂറോപ്പിൽ ഉണ്ടായിരുന്ന ക്രൈസ്തവ സഭ ഗലീലിയോ അറസ്റ്റ് ചെയ്തു, അദ്ദേഹത്തെ തുറുങ്കിലടച്ചു. ആ തുറുങ്കിൽ കിടന്നുകൊണ്ടാണ് ഗലീലിയോ മരിക്കുന്നത്. ഇങ്ങനെ എന്തുകൊണ്ടായിരുന്നു ഗലീലിയോയെ തുറുങ്കിലടക്കാൻ കാരണം? ക്രിസ്തു മതം ഇത്രയും കാലം വിശ്വസിച്ചു പോന്നിരുന്ന, ക്രിസ്ത്യാനികളുടെ കൈകളിൽ ഉണ്ടായിരുന്ന ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ശാസ്ത്രത്തിൽ എന്ത് പറഞ്ഞാലും ആ പറഞ്ഞ സയന്റിസ്റ്റുകളെ, ശാസ്ത്രജ്ഞന്മാരെ ജയിലിലിടുന്ന ഒരു രീതി അന്നത്തെ യൂറോപ്പിൽ ഉണ്ടായിരുന്നു. പിന്നീട് കോപ്പർനിക്കസ് അത് പിന്നീട് തെളിയിക്കുകയുണ്ടായി. ഈ രീതിയിൽ ശാസ്ത്രവും ക്രൈസ്തവ മതവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ചുകൊണ്ടാണ് യൂറോപ്പിൽ ഇത് രൂപപ്പെടുന്നത്. പതിയെ പതിയെ യൂറോപ്പിൽ ദൈവമില്ല എന്നുള്ള ചിന്ത വളരെ ശക്തമായി രൂഢമൂലമായി. അങ്ങനെയാണ് ഐൻസ്റ്റീൻ വരുന്നത്. ഐൻസ്റ്റീനാണ് അദ്ദേഹത്തിന്റെ ന്യൂട്ടോണിയൻ ഫിസിക്സ് മുന്നോട്ട് വെക്കുന്നത്, അതിനെപ്പറ്റി സംസാരിക്കുന്നത്. അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ്, അദ്ദേഹം പരിണാമ സിദ്ധാന്തവുമായി വരുന്നത്. മനുഷ്യന്മാർ കുരങ്ങിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇത്തരമെല്ലാം കൂടി രൂപപ്പെട്ടു വന്നപ്പോൾ ഏകദേശം ഒരു 14, 15, 16 നൂറ്റാണ്ട് കായപ്പോൾ തന്നെ യൂറോപ്പിൽ ക്രൈസ്തവ മതം പൂർണ്ണമായി ഇല്ലാതായി. അധിക പക്ഷവും നിരീശ്വരവാദത്തിലേക്ക് യൂറോപ്പ് പോയി.
പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, അത് പിന്നീട് മാറി. 20-21 നൂറ്റാണ്ടാകുമ്പോൾ തന്നെ നിരീശ്വരവാദത്തിലേക്ക് പോയ, ദൈവമില്ല എന്നതിലേക്ക് പോയ യൂറോപ്പ് തിരിച്ചു വരുന്നതാണ് നമ്മുടെ കണ്ണിൽ കാണുന്നത്. ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നു. മതം വേണം, ജീവിതത്തിൽ ആത്മീയത വേണം, ജീവിതത്തിൽ സ്പിരിച്വാലിറ്റി വേണം എന്ന് പറഞ്ഞുകൊണ്ട് യൂറോപ്പ് മതത്തിലേക്ക് തിരിച്ചു വരുന്നതാണ് ഇക്കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. 16, 17, 18 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ ഈ ശാസ്ത്രീയ ഗവേഷണ പഠനങ്ങളൊക്കെ നടന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു, ഇനി ദൈവത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ശാസ്ത്രം, നമ്മുടെ സയൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തെ, ഈ ഭൂമിയെ എല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഭൂമിയുടെ തൊട്ടടുത്തുള്ള മറ്റ് ഗ്രഹങ്ങൾ, ഭൂമിയിലെ ഭൂമിയിലുള്ള മനുഷ്യന്റെ സൃഷ്ടിപ്പ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ദൈവമുണ്ട് എന്ന് പറയുന്ന വാദങ്ങളൊക്കെ അവർ തള്ളിക്കളഞ്ഞു. പക്ഷേ 20-21 നൂറ്റാണ്ടിൽ നടന്ന പല ഗവേഷണങ്ങളും പഠനങ്ങളും ഈ വാദങ്ങളെല്ലാം തെറ്റാണ് എന്ന് സ്ഥാപിക്കുകയുണ്ടായി. അത് സ്ഥാപിച്ചത് ഏറ്റവും പ്രധാനമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐൻസ്റ്റീൻ തന്നെയാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ച ഏറ്റവും അതിപ്രശസ്തനായ സയന്റിസ്റ്റ് ആയിട്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീനെ കരുതിപ്പോരുന്നത്. അദ്ദേഹം ലോകത്തിനോട് ചോദിച്ചൊരു വസ്തുതയുണ്ട്. നിങ്ങൾ പറയുന്നത് ഈ പ്രപഞ്ചത്തെ മനുഷ്യന്മാരായ നമുക്ക് ശാസ്ത്രീയ ഗവേഷണങ്ങളിൽ കൂടി പഠിച്ച് മനസ്സിലാക്കാൻ സാധിക്കും എന്നല്ല നിങ്ങൾ പറയുന്നത്? അപ്പൊ അന്നത്തെ ശാസ്ത്രലോകം പറഞ്ഞു, അതെ, നമുക്ക് ഗവേഷണ പഠനങ്ങളൊക്കെ നടത്തിയിട്ട് ഈ പ്രപഞ്ചം എന്താണ്, ഈ പ്രപഞ്ചത്തിന് ഒരു അന്ത്യമുണ്ടോ, എല്ലാം നമുക്ക് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പൊ ഐൻസ്റ്റീൻ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ ഈ പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കുക പ്രപഞ്ചത്തിന്റെ അകത്തുള്ള ഒരു പ്ലേസിൽ നിന്നുകൊണ്ടല്ലേ, ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടല്ലേ? അവർ പറഞ്ഞു, അതെ, ഈ പ്രപഞ്ചത്തിനകത്ത് തന്നെയുള്ള ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രപഞ്ചത്തെ പറ്റി പഠിക്കുക. അപ്പോൾ ഐൻസ്റ്റീൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിന്റെ അകത്തുള്ള ഒരു ടൈമിൽ നിന്നുകൊണ്ടല്ലേ നിങ്ങൾ പഠിക്കുക? ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കുകയാണ്. ഇരിക്കൂർ എന്ന് പറയുന്ന ഒരു പ്ലേസിന്റെ അകത്താണ്, ഭൂമിയിലെ ഇരിക്കൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ അകത്താണ് ഞാനുള്ളത്. 1 മണി എന്നൊരു ടൈമിന്റെ അകത്താണ് ഞാനുള്ളത്. ഈ ടൈമിന്റെയും ഈ സ്ഥലത്തിന്റെയും അകത്തിരുന്നു കൊണ്ട് ഞാൻ പ്രപഞ്ചത്തെ പഠിക്കാൻ ശ്രമിച്ചാൽ ഇതിന് പൂർണ്ണമായി എനിക്ക് പഠിക്കാൻ സാധിക്കില്ല. ഒരു ഉദാഹരണത്തിന്, ഞാനൊരു വീടിനെ കുറിച്ച് പഠിക്കുക എന്ന് കരുതുക. ആ വീട്ടിന്റെ അകത്ത് ഒരു മൂലയിൽ ഇരുന്നാൽ എനിക്ക് ആ വീടിനെ പൂർണ്ണമായി പഠിക്കാൻ പറ്റുമോ? പഠിക്കാൻ പറ്റൂല, മനസ്സിലാക്കാൻ പറ്റൂല. ആ വീടിനെ പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ പ്രധാനമായി ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്ത് കടക്കണം. ആ വീട്ടിൽ നിന്ന് പുറത്ത് കടന്ന് ആ വീടിന് ചുറ്റുമൊന്ന് നടക്കണം. ആ വീടിന്റെ ചുറ്റിലുമൊന്ന് നടന്ന് പുറത്തൊക്കെ നോക്കിയാൽ മാത്രമേ ആ വീടിനെ കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കൂ. ഇത് പറഞ്ഞിട്ട് ഐൻസ്റ്റീൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തെ പരിപൂർണമായിട്ട്, ഈ ഭൂമിയെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും സൂര്യനെക്കുറിച്ചും എല്ലാം മനുഷ്യർക്ക് പൂർണ്ണമായിട്ട് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മനുഷ്യർ ഈ പ്രപഞ്ചത്തിന്റെ പുറത്ത് കടക്കണം. അതായത് പ്രപഞ്ചത്തിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ടൈമില്ലേ, 1 മണി, 2 മണി, 3 മണി, 4 മണി, ഈ സമയത്തിൽ നിന്ന് പുറത്ത് കടക്കണം. രണ്ടാമതായിട്ട് നമ്മളൊരു പ്ലേസിലാണുള്ളത്, ഭൂമിയിലുള്ളത്, അല്ലെങ്കിൽ സൂര്യനിലാണുള്ളത്, അല്ലെ ചന്ദ്രനിലാണുള്ളത്, അല്ലെ വേറെന്തെങ്കിലും നക്ഷത്രത്തിലുള്ളത്. ഈ നക്ഷത്രം, ഈ ഗ്രഹങ്ങളിൽ നിന്ന് നമ്മൾ പുറത്ത് കിടക്കണം. പുറത്ത് കടന്നാൽ മാത്രമേ നമുക്ക് ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ സാധിക്കൂ. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിൻ്റെ അപ്പുറത്ത്, നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്തതിൻ്റെ അപ്പുറത്ത്, നമ്മൾ ഇതുവരെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ലാത്തതിൻ്റെ അപ്പുറത്ത് ഒരു സൃഷ്ടാവുണ്ടെന്ന്, ഒരു സൃഷ്ടാവുണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് ഐൻസ്റ്റീൻ പറഞ്ഞു നിർത്തി. അങ്ങനെയാണ് യൂറോപ്പ് മാറി ചിന്തിക്കുന്നത്. അങ്ങനെയാണ് യൂറോപ്പിൽ മതം പിന്നെ വളർന്നു വരുന്നത്. ഞാൻ വയനാട്ടിലുള്ള സമയത്ത് വയനാട്ടിലെ ചില മലകളിലൊക്കെ ചില മഠങ്ങളുണ്ട്, അതുപോലെ തന്നെ ചില സന്യാസി കേന്ദ്രങ്ങൾ. ഈ സന്യാസി കേന്ദ്രങ്ങളിലും മതങ്ങളിലൊക്കെ ജർമ്മനിയിൽ നിന്നുള്ള, ഫ്രാൻസിൽ നിന്നുള്ള, സ്പെയിനിൽ നിന്നുള്ള സായിപ്പുമാരും മദാമ്മമാരും അവരവരുടെ സന്യാസി വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നു. അപ്പോൾ കണ്ടപ്പോഴുള്ള കൗതുകത്തിൽ, ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള താല്പര്യത്തിൽ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഫ്രാൻസിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഇവിടെ വന്നത്? അവർ പറയാണ്, ഞങ്ങൾ ആത്മീയത തേടിയിട്ട് വന്നാണ്. ഞങ്ങൾ ആത്മീയത വേണം, ഞങ്ങൾക്ക് സ്പിരിച്വാലിറ്റി വേണം. യൂറോപ്പിൽ നല്ല അടിച്ചുപൊളി ലൈഫാണ്, എല്ലാം ഉണ്ട്, കള്ളുണ്ട്, അടിച്ചു പൊളിക്കാം, എല്ലാം ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അതൊന്നല്ല വേണ്ടത്, ഞങ്ങൾക്ക് മാനസികമായിട്ടൊരു സംതൃപ്തി വേണം. ആ മാനസികമായിട്ടുള്ള സംതൃപ്തി നേടിയിട്ടാണ് അന്നത്തെ കാലത്തുള്ള വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടന്നിരുന്ന യൂറോപ്പിലെ വലിയ വലിയ രാജ്യങ്ങളിൽ നിന്ന് ഈ കേരളത്തിലെ വയനാട് എന്ന് പറയുന്ന ഓണംകേറ മലയുടെ മുകളിലുള്ള ചെറിയ ചെറിയ മഠങ്ങളിൽ ഇവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. യൂറോപ്പ് മതത്തിലേക്ക് മടങ്ങി വരുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ലോകത്ത് കാണുന്നത്. ദൈവമുണ്ട്, ദൈവമില്ല എന്ന് പറയുന്ന എല്ലാ വാദങ്ങളും മണ്ടത്തരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ കേരളത്തിലും ദൈവമൊന്നുമില്ല,
മതമില്ല, അള്ളാഹു ഇല്ല, ഖുർആൻ പറയുന്നൊന്നുമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരെ, യുവാക്കളെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അവരൊന്നും ഇത് പറയുന്നത് ഈ പറയുന്ന ചാൾസ് ഡാർവിനെ കുറിച്ചോ അല്ലെങ്കിൽ കാൾ മാർക്സിനെയൊക്കെ അവരുടെയൊക്കെ പുസ്തകങ്ങളോ വായിച്ചിട്ടോ പഠിച്ചിട്ടോ അല്ല നമ്മളെ നാട്ടിലുള്ള യുവാക്കൾ അല്ലെങ്കിൽ നമ്മുടെ കോളേജിലും ക്യാമ്പസിലൊക്കെ ഉള്ള ചെറുപ്പക്കാരികളൊന്നും ദൈവം ഇല്ല എന്ന് പറയുന്നത്. അവരൊക്കെ പറയുന്നതിന്റെ കാര്യം ദൈവം ഇല്ല, മതം ഇല്ല എന്ന് പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ എങ്ങനെ ജീവിക്കാം? പിന്നെ നിസ്കരിക്കേണ്ട ആവശ്യമില്ല, പിന്നെ പള്ളി പോകേണ്ട ആവശ്യമില്ല, കള്ളു കുടിക്കാം, കഞ്ചാവ് വിൽക്കാം, MDMA ഉപയോഗിക്കാം, എനിക്കെന്താണ് ഇഷ്ടം അത് ചെയ്യാം, നിയമങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഒരു വീട്ടിൽ 2 മക്കൾ വിചാരിക്കുക, ഒരു മൂത്ത മോനും ഒരു ഇളയ മോനും. മൂത്ത മോൻ ഉപ്പാൻ അനുസരിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു ഇളയ മോനുണ്ട് വിചാരിക്കുക. ഇളയ മോനോടും ഉപ്പ അത് ചെയ്യാൻ പറയാണ്, ഉമ്മ ഇത് ചെയ്യാൻ പറയാണ്, നിസ്കരിക്കാൻ പറയാണ്, അല്ലെ കള്ളു കുടിക്കല്ല എന്ന് പറയാണ്. അപ്പൊ ഇളയ മോൻ പറഞ്ഞു, ഞാൻ ദൈവം ഇല്ല എന്ന് വിശ്വസിച്ചു, ദൈവമില്ല, ദൈവത്തിന്റെ നിയമങ്ങളൊന്നും ഞാൻ അനുസരിക്കുന്നില്ല. അത് പറഞ്ഞതോടുകൂടി ഈ ഇളയ മോൻ എന്ത് ചെയ്യാം? അവന് തോന്നിയതുപോലെ ജീവിക്കാം. ഇങ്ങനെ തോന്നിയതുപോലെ ജീവിക്കാനുള്ള എല്ലാ ഫ്രീഡവും നൽകും എന്നതിന്റെ പേരിലാണ് നമ്മുടെ നാട്ടിലുള്ള യുവാക്കൾ, യുവതികളൊക്കെ ദൈവമില്ല, മതമില്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത്. പക്ഷെ അതിന്റെ അപകടം എത്ര വലുതാണെന്ന് നമ്മൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത്, വാഫി ഷിഹാദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അറിയപ്പെട്ട ഒരു സൈക്കോളജിസ്റ്റാണ് അദ്ദേഹം. ദുബായ് ആണ് അദ്ദേഹം ബേസ് ചെയ്തുകൊണ്ട് കൗൺസിലിംഗ് സൈക്കോളജി ചെയ്യാൻ, ക്ലിനിക്കൽ സൈക്കോളജി. അദ്ദേഹത്തിന്റെ അടുക്കൽ പല കേസുകളും വരാറുണ്ട്, പല പ്രശ്നങ്ങളും. കൗൺസിലിംഗ് ആണ് പ്രധാനമായി ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞൊരു അനുഭവം, അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു പെൺകുട്ടി കൗൺസിലിങ്ങിന് വേണ്ടി വന്നു. ആ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടേ ഉള്ളൂ. നല്ല ദീനിയായ ഒരു ഫാമിലിയിൽപ്പെട്ട നിന്നുള്ള പെൺകുട്ടിയാണ്, നന്നായി പഠിച്ചിട്ടുണ്ട്, എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പൊ ഈ പെൺകുട്ടിയുടെ വിവാഹ അന്വേഷണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഒരു നല്ല സമ്പന്ന ഫാമിലിയിൽ നിന്നൊരു വിവാഹ അന്വേഷണം വന്നു. നല്ലൊരു ചെറുപ്പക്കാരൻ, സുമുഖനാണ്, നല്ല ജോലിയുണ്ട്, ഹൈ സാലറി. ആ കുടുംബം വലിയ കോടീശ്വരന്മാരാണ്. അപ്പൊ അത്രയും നല്ലൊരു കോടീശ്വര ഫാമിലിയിൽ നിന്ന് ഒരു കല്യാണ അന്വേഷണം വന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ കുടുംബക്കാർക്ക് വലിയ സന്തോഷമായി. ചക്കന് നല്ല ജോലിയുണ്ട്, നല്ല കാണാൻ കുഴപ്പമില്ല, ഉഷാറാണ്, എല്ലാം ഒക്കെയാണ്. അങ്ങനെ ആ വിവാഹം നടന്നു. വിവാഹം നടക്കുന്നതിന് മുമ്പ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച സമയത്ത് ആ ചെറുപ്പക്കാർ തുറന്നു പറഞ്ഞു, ഞാൻ ദൈവത്തെ അംഗീകരിക്കുന്നില്ല, ദൈവമില്ല, ഞാൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. മനുഷ്യർ പരമാവധി ഈ ലൈഫിൽ, ഈ ജീവിതത്തെ അടിച്ചു പൊളിക്കണം, കുടിക്കാനുള്ള പറ്റുന്നൊക്കെ കുടിക്കണം, രമിക്കാനുള്ളതൊക്കെ രമിക്കണം, എന്തെല്ലാം തന്റെ ലൈംഗിക ആസക്തി കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ ചെയ്യണം, അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞു. ഈ പെൺകുട്ടി ഒരു ദീനിയായി ജീവിക്കുന്ന പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഉപ്പാനോടും ഉമ്മാനോടൊക്കെ ഇത് പറഞ്ഞു. ഉപ്പയും ഉമ്മയും പറഞ്ഞു, പ്രശ്നമില്ല, കല്യാണം കഴിച്ചാൽ മെല്ലെ മെല്ലെ മാറിക്കൊള്ളും, ഓം നന്നാവും, ഉഷാറാവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് 3-4 മാസങ്ങൾക്ക് ശേഷം ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ ചില ഭാഗങ്ങളിലൊക്കെ ചെറിയൊരു ചൊറിച്ചിൽ പോലെ വരുന്നു, ചെറിയ ഭാഗങ്ങളിലൊക്കെ പൊട്ടുന്നു, മുറിവുകൾ വരുന്നു, വ്രണം രൂപപ്പെടുന്നു, ചെറിയ വ്രണങ്ങൾ. ആ പെൺകുട്ടി ഈ വ്രണങ്ങളൊക്കെ കണ്ടപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി, എന്താണ് ഈ ശരീരത്തിൽ ഉണ്ടാകുന്നത്? ചൊറിച്ചിൽ വരുന്നു, ചില ഭാഗങ്ങൾക്ക് മുറിഞ്ഞു പൊട്ടുന്നു. അപ്പൊ ഇങ്ങനെ മുറിഞ്ഞു പൊട്ടാൻ, ആ വ്രണങ്ങൾ വരാനുള്ള കാരണത്തിൽ ഒന്നായി പറഞ്ഞത് HSV ആണ്. HIV പോലെയുള്ള ഒരു വൈറസ് ആണ് HSV എന്നുള്ളത്. ഈ പെൺകുട്ടിക്ക് പേടിയായി. കുടുംബക്കാരോടും ആരോടും പറയാതെ ഈ പെൺകുട്ടി ഒരു ഡോക്ടറെ പോയി കണ്ടു. ഇത് നടന്ന സംഭവം ഒരു സൈക്കോളജിസ്റ്റിനോട്, കേരളത്തിലെ ഒരു പെൺകുട്ടി പറയുന്ന അനുഭവമാണ്. ഒരു ഡോക്ടറെ പോയി കണ്ടു, മെഡിക്കൽ ടെസ്റ്റിനൊക്കെ വിധേയമായി, റിസൾട്ട് വന്നു, പോസിറ്റീവ് ആണ്. ആ പെൺകുട്ടിക്ക് HSV വന്നിരിക്കുന്നു. HIV പോലെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന, ഒരിക്കലും ശുശ്രൂഷിച്ച് മാറ്റാൻ പറ്റാത്ത ഒരു വൈറസാണ് HSV എന്നുള്ളത്. ആ പെൺകുട്ടി പറഞ്ഞു, എങ്ങനെയാണ് എനിക്കിത് വന്നത്? ഞാൻ ഇതുവരെ വിവാഹേതര ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. HIV ഒക്കെ പകരുന്നത് വിവാഹേതര ലൈംഗിക ബന്ധത്തിൽ കൂടിയാണ്. ഞാൻ ഇതുവരെ ഒരു വിവാഹേതര ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. ഞാൻ എൻ്റെ ഭർത്താവിന്റെ കൂടെ മാത്രമേ ഇതുവരെ കടന്നിട്ടുള്ളൂ. എനിക്ക് ഡ്രഗ്, ആൽക്കഹോളിക് അഡിക്റ്റല്ല, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെ എനിക്കിത് വന്നു? ഈ ചെറുപ്പക്കാരൻ, അവളുടെ ഭർത്താവ് ഗൾഫിലായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ ഭർത്താവ് വന്നു. പെൺകുട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു വൈറസ് ഉണ്ട് എന്ന് സ്ഥിരപ്പെട്ട കാര്യം പറഞ്ഞു. നിങ്ങളെ കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ആ ചെറുപ്പക്കാരനെയും കൂടി ടെസ്റ്റ് ചെയ്തു. ആ ചെറുപ്പക്കാരന്റെ റിസൾട്ട് വന്നു, പോസിറ്റീവ് വന്നു. ആ ചെറുപ്പക്കാരനും HSV ഉണ്ടായിട്ടുണ്ട്. HIV പോലെ തന്നെ. HIV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു വൈറസാണ്. അത് വൈറസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ പരിപൂർണമായ പ്രതിരോധ ശേഷി നഷ്ടപ്പെടും. ശരീരത്തിൽ ഒരസുഖം വന്നാൽ പിന്നെ മാറൂല, വ്രണങ്ങൾ രൂപപ്പെടും. അപ്പൊ ആ ചെറുപ്പക്കാരൻ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. എൻ്റെ ആ ഒരു യൂത്ത് ഏജ് ടൈമിൽ ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ പോകുമായിരുന്നു, പല രാജ്യങ്ങളിലും ഞാൻ പോയിരുന്നത് എൻ്റെ ലൈംഗിക താല്പര്യങ്ങൾ തീർക്കാൻ വേണ്ടിയായിരുന്നു.
ആ രാജ്യങ്ങളിലെ നിശാ ക്ലബ്ബുകൾ ഞാൻ അടിച്ചു പൊളിച്ചിട്ടുണ്ട്, DJ പാർട്ടികൾ ഞാൻ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. ആ രാജ്യങ്ങളിലൊക്കെ ഉള്ള പല രീതിയിലുള്ള സ്ത്രീകളായിട്ട് എനിക്ക് ലൈംഗിക ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു യാത്രയിൽ വെച്ചായിരിക്കും, ആ രാജ്യത്ത് വെച്ചായിരിക്കും എൻ്റെ ശരീരത്തിലേക്ക് ഈ വൈറസ് കയറിയത്. ആ പെൺകുട്ടി പറയാണ്, നിങ്ങളുടെ ശരീരത്തിൽ കൂടി ഇതിലൊന്നും ഭാഗമാവാത്ത എൻ്റെ ശരീരത്തിൽ കൂടി വൈറസ് കയറിയിരിക്കുകയാണ്. എൻ്റെ മരണം വരെ ഇതിൻ്റെ പേരിലുള്ള ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള എല്ലാവിധ വിഷമങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയും നൊമ്പരം കൂടിയല്ലേ ഞാനിത് പോവുക. എനിക്കും നിങ്ങൾക്കും മാത്രമല്ല, ജനിക്കാൻ പോകുന്ന നമ്മുടെ കുട്ടികൾക്ക് പോലും ഒരു മാതാവിന്റെയും പിതാവിന്റെയും ശരീരത്തിൽ നിന്ന് തങ്ങളുടെ കുഞ്ഞിലേക്ക് ജന്മനാ പകരുന്നൊരു വൈറസ് ഉണ്ടെങ്കിൽ ആ വൈറസിൽപ്പെട്ടതാണ് HSV. സാധാരണഗതി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പകരുന്ന വൈറസുകളുണ്ട്, കൊറോണ വൈറസ് ഒക്കെ. ജനിച്ചു വീഴുന്ന കുഞ്ഞിൽ ആ വൈറസിനോടല്ല അത് പകരാറില്ല. പക്ഷെ ജനിച്ചു വീഴുന്ന കുഞ്ഞിൽ പൊടിയും ജനിക്കാൻ പോകുന്ന കുഞ്ഞിലേക്ക് പോലും പകർന്നു കൊടുക്കുന്ന ഇത്തരത്തിലുള്ള വൈറസുകൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പോലും അറിയാതെ അധികരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ അടിച്ചു പൊളിക്കുക. മതമൊന്നുമില്ല, ദൈവമൊന്നുമില്ല, പരമാവധി എനിക്ക് എത്ര കുടിക്കാൻ പറ്റുന്ന അത്ര കുടിക്കുക, പരമാവധി എത്ര പറ്റി രമിക്കാൻ പറ്റുന്ന അത്ര രമിക്കുക എന്നുള്ള ചിന്തയാണ്. ഖുർആനിൽ ശൈത്താനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എത്ര കൃത്യമാണ്. അല്ലാഹു പറയാണ്, ലഅനഹുല്ലാഹ് വഖാല ലഅത്തഖിദന്ന മിൻ ഇബാദിക നസീബൻ മഫ്റൂളാ ولأضلنهم ولأمنينهم ولآمرنهم فليبتكن آذان الأنعام ولآمرنهم فليغيرن خلق الله ومن يتخذ الشيطان وليا من دون الله فقد خسر خسرانا مبينا. لعنه الله. ആ പിശാചിനെ ശൈത്താൻ അല്ലാഹു ശപിച്ചിരിക്കുകയാണ്. കാരണം ആ ശൈത്താൻ അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരിൽ നിന്ന് ഞാൻ ഇച്ഛിക്കുന്ന, ഞാൻ ആഗ്രഹിക്കുന്ന ആളുകളെ എൻ്റെ ആളുകാരാക്കി ഞാൻ മാറ്റും. ഞാൻ അവർക്ക്, മനുഷ്യർക്ക് പലതരത്തിലുള്ള വ്യാമോഹങ്ങൾ, കൊതികൾ കൊടുക്കും, ആസക്തികൾ കൊടുക്കും, അഡിക്ഷൻ കൊടുക്കും. ഞാൻ കൊടുക്കുന്ന എല്ലാ അഡിക്ഷനുകളിലും ആസക്തികളിലും ആ മനുഷ്യർ അഭിരമിക്കും. വല ആമുറന്നഹും, ഞാൻ അവരോട് കൽപ്പിക്കും, ഞാൻ കൽപ്പിക്കുന്നത് പോലെ മനുഷ്യർ ചെയ്യും. വല ആമുറന്നഹും ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്. ഖുർആനിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു പറഞ്ഞൊരു വാക്കാണ്. ശൈത്താൻ അള്ളാഹുവോട് പറയും, ഞാൻ മനുഷ്യരോട് കൽപ്പിക്കും, ആ കൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർ അവരുടെ ശരീരത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമാക്കും. എന്താ ശരീരത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്നത്? നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സർജറി നടന്നുകൊടുക്കും. എന്താ സർജറി? ആണായി ജനിച്ച ആള് പെണ്ണായി മാറുന്നു, പെണ്ണായി ജനിച്ച സ്ത്രീകൾ ആണായി മാറുന്നു. ആണായി ജനിച്ചൊരു പുരുഷൻ, അയാൾക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തോന്നുകയാണ് എനിക്ക് പെണ്ണാവണമെന്ന്. അയാൾ ലിംഗം മുറിച്ചു മാറ്റുക എന്നുള്ള ശാസ്ത്രക്രിയക്ക് വിധേയമാകുന്നു. പെണ്ണായി ജനിച്ചൊരു പെൺകുട്ടി, അവൾക്കൊരു സുപ്രഭാതത്തിൽ തോന്നുകയാണ് എനിക്ക് ആവണം തോന്നുക. അവൾ അങ്ങനെ പോയിട്ട് ശാസ്ത്രക്രിയ ചെയ്തുകൊണ്ട് ലിംഗം വെച്ച് പിടിപ്പിക്കുക. ഈ രീതിയിൽ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയ മടയത്തരവും മണ്ടത്തരവും മനുഷ്യന്മാരെ കൊണ്ട് ശൈത്താൻ ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇത് ഞങ്ങളുടെ അവകാശമാണെന്ന് പറയുകയാണ്. ആ അവകാശങ്ങൾക്ക് വേണ്ടി റോഡിൽ കൂടി മാർച്ച് പാസ്റ്റുകൾ നടത്തുകയാണ്. ഇങ്ങനെ ശാസ്ത്രക്രിയക്ക് വിധേയമാകാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് നമ്മുടെ ഗവൺമെന്റ് ഭാഗങ്ങളിൽ നിന്ന് സൗകര്യങ്ങളും ഒത്താശകളും സഹായങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. നമ്മൾ ചിന്തിക്കണം, മനുഷ്യന്മാരെ കൊണ്ട് എത്ര വലിയ വിവരക്കേടാണ് ശൈത്താൻ ചെയ്തുകൊണ്ടിരിപ്പിക്കുന്നത് എന്നുള്ളത്. നാളെ ഖിയാമത്ത് നാളിൽ നരകത്തിലേക്ക് പോകുന്ന ആളുകൾ നരകത്തിലേക്ക് കയറിപ്പോകുന്ന സമയത്ത് അവരെ സാക്ഷിയാക്കിക്കൊണ്ട് ശൈത്താൻ നടത്തുന്ന ഒരു ഖുതുബയും ഖുർആനിൽ പറയുന്നുണ്ട്. വഖാല ശൈത്വാനു ലമ്മാ ഖുളിയൽ അംറു ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്. നരകത്തിലേക്ക് കയറിപ്പോകുന്ന നരകവാസികളെ സാക്ഷിയാക്കിക്കൊണ്ട് പിശാച് ചോദിക്കും, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, അള്ളാഹു നിങ്ങൾക്ക് നല്ല രീതിക്ക് ജീവിച്ച സ്വർഗം നൽകാം, മരണാനന്തര ജീവിതത്തിൽ സുഖം നൽകാം എന്നൊക്കെ അള്ളാഹു പറഞ്ഞു. വാഴത്തുക്കും, ഞാനും നിങ്ങൾക്ക് പല വാഗ്ദാനങ്ങൾ ചെയ്തു. അടിച്ചു പൊളിച്ചോ, പരമാവധി ലഭിച്ചോ, പരമാവധി കുടിച്ചോ, പരമാവധി ആസ്വദിച്ചോ എന്നൊക്കെ ഞാനും പറഞ്ഞു. നിങ്ങൾ എന്നെ അനുസരിച്ചു, അള്ളാഹുവിനെ ധിക്കരിച്ചു. തുടർന്ന് അള്ളാഹു പറയാണ്, നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തണ്ട, നിങ്ങൾ നിങ്ങളെ മാത്രം കുറ്റപ്പെടുത്തിയാൽ മതി. മാനബി മുസ്ലിഹക്കും, ഞാൻ നിങ്ങൾ ഒന്നിലും നിർബന്ധിപ്പിച്ചിട്ടില്ല. കള്ളു കുടിക്കാൻ നിർബന്ധിപ്പിച്ചിട്ടില്ല, അവിഹിത ബന്ധത്തിൽ ഏർപ്പെടണം എന്ന് ശൈത്താൻ ഞാൻ നിർബന്ധിപ്പിച്ചില്ല. നിങ്ങളായിട്ട് ചെയ്തതാണ്. ഞാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാക്കി, ഞാൻ നിങ്ങൾക്ക് കൊതി ഉണ്ടാക്കി. ഞാൻ തന്ന കൊതികളിൽ, ഞാൻ തന്ന താല്പര്യങ്ങളിൽ നിങ്ങൾ രസിച്ചു, കൊതിച്ചു, ആനന്ദിച്ചു. ആ ആനന്ദങ്ങളും എല്ലാം നേടിയിട്ട് നിങ്ങൾ ഇതാ നരകത്തിലേക്ക് നടന്നു പോകുന്നു എന്ന് നരകവാസികളെ സാക്ഷിയാക്കിക്കൊണ്ട് ശൈത്താൻ പറയുന്ന വർത്തമാനങ്ങളുണ്ട്. നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, നമ്മൾ ആരുടെ അടിമയായി മാറണം? അള്ളാഹുവിൻ്റെ റബ്ബിൻ്റെ അടിമകളായി മാറണോ, അതല്ല പിശാചിൻ്റെ അടിമകളായി മാറണോ?
നമ്മൾ നന്മകളിൽ കൂടി ജീവിച്ച് നല്ലൊരു ജീവിതം കെട്ടിപ്പടക്കണോ, അതല്ലെങ്കിൽ ശൈത്താൻ പഠിപ്പിച്ച അധാർമിക ജീവിതത്തിലൂടെ കടന്നുപോയി നമ്മുടെ ഫാമിലി കുളം തോടണോ, നമ്മുടെ കുടുംബജീവിതം കുളം തോടണോ, നമ്മുടെ മാനസിക ജീവിതം കുളം തോടണോ, നമ്മുടെ ശാരീരിക ജീവിതം കുളം തോടണമോ എന്ന് നമ്മളെല്ലാവരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അത്രമാത്രം നമ്മുടെ സമൂഹം ഒരു വിപത്തിലേക്ക് പോകുന്ന ഒരു കട്ടകാലത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാസം 30-ാം തീയതി മുതൽ അടുത്ത മാസം 9-ാം തീയതി വരെ കണ്ണൂരിൽ ഒരു പരിപാടി നടക്കുന്നുണ്ട്. കണക്റ്റ എന്നാണ് ആ പരിപാടിയുടെ പേര്. ദൈവം, പ്രപഞ്ചം, മനുഷ്യൻ എന്ന പ്രമേയത്തിലുള്ള ഒരു പരിപാടി. നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് അറിയാൻ, പ്രപഞ്ചത്തെക്കുറിച്ച് അറിയാൻ, അള്ളാഹുവിനെ കുറിച്ച് ആളുകളെ പരിചയപ്പെടുത്തി കൊടുക്കാൻ, റബ്ബിലേക്ക് മടങ്ങാൻ, റബ്ബിനെ അറിയാൻ, നമ്മുടെ ജീവിതത്തിനൊരു മാറ്റത്തിന് വിധേയമാൻ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട വളരെയധികം ഗൗരവപ്പെട്ടൊരു സമയങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യം മനസ്സിലാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ കരീമിൽ മഅബൂദ് വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു റഹീമുൽ മഹ്മൂദ് وأشهد أن نبينا محمد صلى الله عليه وسلم أشرف مولود صلى الله على محمد وعلى آله وبارك وسلم تسليما كثيرا كثيرا. فيا أيها الناس اتقوا الله حق تقاته، فقد قال الله تعالى في القرآن الكريم: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال الله تعالى: يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. لا إله إلا أنت سبحانك إني كنت من الظالمين. رب ارحمهما كما ربيانا صغارا. اللهم بارك لنا كما باركت على عبادك الصالحين. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن دعوة لا يستجاب لها يا رب العالمين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على سيدنا محمد وعلى آله وصحبه وسلم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر والله يعلم ما تصنعون.